ഹായ് ഫ്രണ്ട്സ് കേട്ടോ. ജിന്നിൻ്റെ ബേബി ഓരോന്നും മണ്ടത്തരി കാട്ടുക. ഞാൻ ഓൾറെഡി ഹാൻസം അല്ല, വീൻ്റെ ബേബിയും ആ നീ ഹാൻസമാണ്, നാല് ഹാൻസം. ആ രണ്ട് പോയക്കൊണ്ടാക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. രണ്ടുപേരും വായ മേടെ ഇരിക്കാൻ പറ്റില്ല. ആ മമ്മി മമ്മിയാ മമ്മീനെ ഓർമ്മയോ? ഇല്ല മമ്മി, ഞങ്ങളെ രണ്ടിൽ ആരും ഹാൻസം. ആ നിങ്ങളുടെ ഡാഡി പോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയി. അങ്ങനെ കയറിയാൻ തുടങ്ങി. ആറും വന്നു. എന്താ പറ്റി? മമ്മി പറഞ്ഞു. ഇത് കേട്ട് വീട്ടിൽ സംഭവം വശിരിക്കാതിരിക്കായിരുന്നു. അങ്ങനെ ബേബീസ് ഓരോന്ന് കുട്ടികളെ കാട്ടുമായിരുന്നു. ഇപ്പോൾ എല്ലാം വളർന്നു ഇതായിരുന്നു. പിന്നെ സ്കൂൾക്ക് പോകണം. സ്കൂൾ അങ്ങനെ ഷൂൻ ബേബി നല്ല സൈലൻ്റായി റെഡിയായി. ആറാം ബേബി ഞാൻ പോകുന്നു എന്നെ ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു. ജിമ്മിൻ്റെ അതും വീൻ്റെ ബേബിയും ജമ്മുക്കുൻ്റെ എല്ലാം വഴക്കുണ്ടാക്കി. 4 ദിവസം റെഡിയാണ്. ഞാൻ പോകുന്നില്ല, സ്കൂൾക്ക് പോകുന്നില്ല മമ്മി എന്നൊക്കെ അറിയാൻ തുടങ്ങി. ഇതൊക്കെ ടെൻഷൻ. ജിമീൻ ഞാൻ വിളിച്ചായിരുന്നു. ജിമ്മിൻ ഓടി വന്നു. ജങ്കോ വീനെ വെച്ചുണ്ടാക്കായിരുന്നു. അവർ ഏതിനുമാ കത്തുന്നതെന്ന് പറഞ്ഞു. ഇവർ സ്കൂൾ പോകില്ല എന്നെ മുറക്കായിരുന്നു. അങ്ങനെ ഹീറോ കാതിൽ വന്ന് പറയാൻ തുടങ്ങി. 3 പേരുടെ അടുത്ത് പോവാ ഇങ്ങനെ പറ്റി പറഞ്ഞു. ഇവരെ നീ സ്കൂളിൽ കഴിച്ചില്ല, നിങ്ങൾക്ക് ഇന്ന് രാത്രി ഫുഡ് കട്ട് എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് അവർ ഫുഡ് കട്ട് ചെല്ലുമ്പോൾ അയ്യോ അതില്ല ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ ശരി ഞങ്ങൾ അയച്ചോളെ പറഞ്ഞു. അങ്ങനെ ഓർക്ക് ആറും കോഴ്സിലായി എന്ത് പറഞ്ഞ ഫുഡ് കട്ട് പറഞ്ഞതാ. ആറും കോഴ്സിലായി. ഓ അതാ അങ്ങനെ പറഞ്ഞ് സ്കൂൾക്ക് റെഡിയാക്കി അവർ അയച്ചായിരുന്നു. അവർക്ക് റെഡിയാക്കി അയച്ചായിരുന്നു. അങ്ങനെയായിട്ട് ജോലിയായിട്ട് എൻജോയ്. പിന്നെ സ്കൂൾക്കെല്ലാം വന്ന് ഇങ്ങനെ ജോലിയായിട്ട് അവർ എൻജോയ് ചെയ്താൽ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയുടെ ചേച്ചി വിളിച്ചായിരുന്നു. ഹലോ ചേച്ചി നിങ്ങൾ വന്നോ? അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ എല്ലാവരും ഹാപ്പിയായി സംസാരിക്കുമായിരുന്നു. അങ്ങനെ ബേബീസ് ഹീറോയുടെ മമ്മി വന്ന് ബേബീസ് വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ബേബീസ് വിളിച്ചുകൊണ്ട് പോയി. ശരി ഞാൻ ഗ്രാൻഡ് വണ്ടി കൂടെ പോവാം. അങ്ങനെയായിട്ട് അവർക്ക് സ്വന്തം വീട് വേറെ ഉള്ളത്. അങ്ങനെ അവർക്കൊരു വീട് സ്വന്തം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഹാപ്പി ആയിരിക്കാൻ തുടങ്ങി. അങ്ങനെ ബേബീസ് വിളിച്ചുകൊണ്ട് പോയി. ശരി ഹീറോയിൻ്റെ ചേച്ചീൻ്റെ അടുത്താണ് ഉള്ളത്. ഹീറോയിൻ്റെ ചേട്ടൻ്റെ കൂടെയാണ് അവർ വീട്ടിൽ താമസിക്കുന്നത്. ഇല്ല ചേട്ടൻ്റെ വീട്ടിൽ, ഇല്ല ഹീറോയിൻ്റെ വീട്ടിൽ. അങ്ങനെ ഓരോന്ന് വീട് മാറും. അതുകൊണ്ട് അവർക്ക് സ്വന്തം ഒരു വീടുണ്ട്. ശരി അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ചേച്ചി വീട്ടിലൊക്കെ പോയായിരുന്നു. സംസാരിച്ചായിരുന്നു. ഹീറോയിൻ്റെ വീട്ടിൽ കുറച്ച് നാൾ താമസിക്കാം അങ്ങനെയായിട്ട് പറഞ്ഞായിരുന്നു. ഹീറോയിൻ്റെ വീട്ടിൽ വന്ന് നിന്ന് പോയി. അവർ കപ്പിൾസാണ്. അങ്ങനെയായിട്ട് അവർക്ക് സ്വന്തം ഒരു വീട് അവർ പറഞ്ഞായിരുന്നു. ഹീറോയിൻ്റെ മമ്മി ഞങ്ങൾക്ക് സ്വന്തം ഒരു വീട് വേണോ? ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിരിക്കാൻ തുടങ്ങി. അങ്ങനെ 7 പേർ. എന്താ നിങ്ങൾ 7 പേർ പോകില്ല? ഇല്ല അത് ഹീറോയിൻ്റെ അടുത്തത്. ഹീറോയിൻ ഓടിപ്പോകാൻ തുടങ്ങി. അങ്ങനെ എല്ലാ റൂമിൽ വന്ന് ഹീറോയിനെ പിടിച്ച് കിസ് ചെയ്യാൻ വിട്ടിട്ടാ എന്തുണ്ടാ നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രാത്രി ഇങ്ങനെ ഡേയ്സ് 1 മാസം അവരെല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ വീട്ടിലെ കുട്ടികളെല്ലാം വന്നു ഭയങ്കര ഹാപ്പി ആയിരിക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ പറയാൻ തുടങ്ങി. വന്നു ചേച്ചി എന്താ എന്ന് പറഞ്ഞായിരുന്നു ഹീറോയിൻ ചേച്ചീനെ. ഒന്നുമില്ലടങ്ങി. അങ്ങനെ എല്ലാവരും ഹാപ്പി ഫാമിലീസ് ഫോട്ടോസ് എടുത്ത്. അങ്ങനെ PTS മെമ്പർ ബേബീസ് PTS മാറിയാണ് ഭയങ്കര ഹാപ്പി എൻഡിങ് സ്റ്റോറി.